ഹല്ലേലൂയ. ഉന്നത നക്ഷത്രം മൺകുടമാമിന്നിൽ വന്നിങ്ങുദിച്ചൊരു സൂര്യ. ഉന്നത നക്ഷത്രം മൺകുടമാമിന്നിൽ വന്നിങ്ങുദിച്ചൊരു സൂര്യ. സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണം, അവിടുത്തെ രാജ്യം വരേണം. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും. ആമേൻ. ദൈവത്തിന്റെ വൻകൃപയാൽ വീണ്ടും നമുക്ക് ദൈവത്തിന്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വഴി നടത്തുന്നതുമായ ആ ദൈവത്തിന്റെ വചനത്തിലൂടെ സഞ്ചരിക്കാം. ആയതിലേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7 മുതൽ 14 വരെ തിരുവചനങ്ങൾ വായിച്ച് ഗ്രഹിച്ച് നമുക്ക് അതിലൂടെ ഒന്ന് സഞ്ചരിക്കാം. സിയോനിലേക്ക് എത്തിച്ചേരുവരെയും ഈ സിയോൻ യാത്ര, എത്ര സ്വർഗീയമായ ഈ യാത്ര നമുക്ക് അതിമനോഹരമായി തീരട്ടെ എന്ന് എല്ലാവരോടും അതെ ക്രിസ്തുമസ് മംഗളാശംസകൾ നേർന്നുകൊണ്ട് അതെ എല്ലാവർക്കും സ്നേഹബന്ധനം അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ വരികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം. 2-ാം അധ്യായം 7-ാം തിരുവചനം. ഹല്ലേലൂയ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമുന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, നാം വായിച്ചു ഈ വരികളുടെ ഇനി ഏവർക്കും ഇത് വായിച്ച് അനേക പ്രാവശ്യം നാം ഈ വരികളിലൂടെ ഈ ക്രിസ്തുമസിനെല്ലാം അതെ യാത്ര ചെയ്തവരാണ്. ഈ 2024 നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുമസ് പെരുന്നാൾ ആഘോഷിക്കുവാൻ, ഭൂജാതനായ യേശു ക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ ലോകം മുഴുവനും ഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ടാണ് ഈ തിരുവചനം നമ്മോട് ദൈവം അതെ തന്ന നമ്മളെ വഴി നടത്തുന്നത്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. ഈ പ്രവർത്തന വർഷത്തില് അതെ ഈ 2024 നാം സ്വയം ഒന്ന് പരിശോധിക്കണം. നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ദൈവം ഇടപെടും. ഇവിടെ ദൂതൻ അവരുടെ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നവിടെ കാണാം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതെ നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നു. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. സ്വർഗീയ രാജാവ് ഇറങ്ങി വരുമ്പോൾ
അവനെ എതിരേൽപ്പാൻ, അവനെ പാടി സ്തുതിക്കുവാനാണ് ഒരു സംഘം ദൂതന്മാർ വന്നു എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനാൽ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ചുറ്റിമുങ്ങും. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മളെ ചുറ്റിമിന്നിക്കൊണ്ടിരിക്കും. സ്വർഗീയ മാലാഖന്മാരുടെ അകമ്പടിയോടുകൂടി അവൻ ഭൂമിയിലേക്ക് വീണ്ടും ആഗതനാകുമ്പോൾ, അവൻ വീണ്ടും യാഗതനാകുമ്പോൾ അവന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നാണ് നാം തിരുവചനത്തിലൂടെ പോകുമ്പോൾ, വായിക്കുമ്പോൾ, വരികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതിലേക്ക് ഈ തിരക്കേറിയ ലോക ജീവിതത്തിലെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ നമുക്ക് അവസരം തന്ന ദൈവത്തിന് നമുക്ക് കൊടാനുകോടി സ്തോത്രം, നന്ദി അർപ്പിക്കാം. ക്രിസ്തുമസ് മംഗളാശംസകൾ നേരുന്നു. ഏവർക്കും പുതുവത്സരം നമുക്ക് സമാധാനം, ശാന്തി, നിരപ്പും സന്തോഷവും സമാധാനവും തന്ന് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ മംഗളാശംസകൾ നേർന്നുകൊണ്ടും, അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന ജീവനുള്ള ദേഹി ഉണ്ടാകുവാൻ ഇടയാവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് പ്രസാദമായത് ചെയ്തു തീർക്കുക. ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് ചെയ്യുക. നമ്മൾക്കൊരു നല്ല പുതുഹൃദയം ദൈവം തരും. ആ ഹൃദയത്തെ നമുക്ക് കാതോർത്ത് കരസ്ഥമാക്കാം. നമുക്ക് അതിനെ കരസ്ഥമാക്കി നമുക്ക് സ്വന്തമായ രക്ഷിതാവായ കർത്താവിന്റെ നാമത്തെ ഘോഷിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആട്ടിടയന്മാരെ അനുഗ്രഹിച്ചു വഴി നടത്തിയ കർത്താവ് നമ്മെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.